നമസ്കാരം. എല്ലാവർക്കും മീനു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. Let us begin with the words of Rajiv Gandhi. India is an old country, but a young nation, and like the young everywhere, we are impatient. I am young and I too have a dream. I dream of an India strong, independent, self-reliant, and in the forefront of the front rank of the nations of the world in the service of mankind. ഇന്ത്യ ഒരു പഴയ രാജ്യമാണ്, പക്ഷേ ഒരു യുവരാഷ്ട്രമാണ്. എല്ലായിടത്തുമുള്ള ചെറുപ്പക്കാരെ പോലെ ഞങ്ങളും അക്ഷമരാണ്. ഞാൻ ചെറുപ്പമാണ്. എനിക്കും ഒരു സ്വപ്നമുണ്ട്. ശക്തവും സ്വതന്ത്രവും സ്വാശ്രയവും മനുഷ്യരാശിയുടെ സേവനത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നതുമായ ഒരു ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20 സദ്ഭാവന ദിവസ് ആചരിക്കുന്നു. 2022 ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ 77-ാം ജന്മവാർഷികമാണ്. 1944 ഓഗസ്റ്റ് 20 മുംബൈയിൽ ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും പുത്രനായിട്ടാണ് രാജീവ് ഗാന്ധി ജനിച്ചത്. എല്ലാ മതങ്ങളിലും ഭാഷകളിലുമുള്ള ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ദേശീയോദ്ഗ്രഥനം, സമാധാനം, വാത്സല്യം, സാമുദായിക സൗഹാർദ്ദം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം സദ്ഭാവന ദിവസ് അല്ലെങ്കിൽ ഹാർമണി ഡേ ആയി ആചരിക്കുന്നത്. ഇംഗ്ലീഷിൽ സദ്ഭാവന എന്നാൽ നല്ല മനസ്സ്, ദൃഢവിശ്വാസം എന്നാണ് അർത്ഥം. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജീവ് ഗാന്ധിയുടെ ചിന്താരീതി ആധുനികവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തവുമായിരുന്നു. രാജീവ് ഗാന്ധിക്ക് അദ്ദേഹം തുടക്കമിട്ട നിരവധി ദേശീയ, അന്തർദേശീയ പദ്ധതികളിലൂടെ ഒരു വികസിത രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം 40-ാം വയസ്സിൽ ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായി. രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും. ഇന്ത്യയിലുടനീളം ഉന്നത വിദ്യാഭ്യാസ പരിപാടികൾ നവീകരിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി 1986-ൽ അദ്ദേഹം ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. സമൂഹത്തിലെ ഗ്രാമീണ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി 1986-ൽ ജവഹർ നവോദയ വിദ്യാലയ സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ അധിഷ്ഠിത സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു. അവർക്ക് 6 മുതൽ 12-ാം ക്ലാസ് വരെ സൗജന്യ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം നൽകി. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി MTNL അഥവാ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് 1986-ൽ സ്ഥാപിതമായി. കൂടാതെ ഗ്രാമപ്രദേശങ്ങളിൽ ടെലിഫോണുകൾ പ്രചരിപ്പിക്കുന്നതിനായി പബ്ലിക് കോൾ ഓഫീസുകളും സൃഷ്ടിച്ചു. 1990 ശേഷം ലൈസൻസ് ടാക്സ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. വോട്ടവകാശത്തിൻ്റെ പ്രായം 21-ൽ നിന്ന് 18ആയി കുറച്ചു. കൂടാതെ പഞ്ചായത്ത് രാജും ഉൾപ്പെടുത്തി. യുവശക്തിയെ ശക്തമായി പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം രാജ്യത്തിൻ്റെ വികസനം രാജ്യത്തെ യുവാക്കളുടെ അവബോധത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് യുവാക്കൾക്ക് ജോലി നൽകാൻ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചു. ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ സ്വപ്നം കണ്ട രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും സദ്ഭാവന ദിവസ് ആഘോഷിക്കുന്നു. 1992-ൽ രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി ദേശീയ സദ്ഭാവന അവാർഡ് ഏർപ്പെടുത്തി. സാമൂഹിക സൗഹാർദ്ദം മനസ്സിലാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ജീവിതം ഉഴിഞ്ഞുവെച്ചവർക്കാണ് എല്ലാ വർഷവും ഈ അവാർഡ് നൽകുന്നത്. 10 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ്. 2022 ഓഗസ്റ്റ് 20-ലെ സദ്ഭാവന ദിനത്തിൽ രാജീവ് ഗാന്ധിയെയും അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളെയും ഓർമ്മിക്കാം. എല്ലാവർക്കും നന്ദി.